ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കുറേ പഴയ വേസ്റ്റ് തുണികളുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ചവിട്ടിയാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ വേസ്റ്റ് തുണികൾ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്ത കുറച്ച് ചവിട്ടി എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഒരെണ്ണമാണ് കേട്ടോ ഈ ഒരു ചവിട്ടി. നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതും എന്നാൽ വാരി കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് തുണികൾ ഉണ്ടാവുമല്ലോ വീട്ടിൽ. അങ്ങനെയുള്ളവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഈസി മെത്തേഡാണ് കേട്ടോ. അത് സാരി ആയിക്കോട്ടെ, ഇതുപോലെ ചുരിദാറിൻ്റെ ടോപ്പ് ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതുപോലൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും ഇഷ്ടമുള്ള ഷേപ്പിലും ചവിട്ടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഏത് ഷേപ്പിലാണോ ചെയ്യുന്നത് അതിൻ്റെ 2 പീസ് വേണം. ഇപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഇതിനെ 2ആയിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ വരുന്ന ഒരു ചവിട്ടിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ അളവിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ താഴ്ഭാഗം വീതി കൂടിയും മുകൾ ഭാഗം വീതി കുറഞ്ഞു ഇരിക്കുന്നതുകൊണ്ട് ഒന്നിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇതുപോലെ ബാക്കി വരുന്ന ഭാഗം അകത്തേക്ക് മടക്കി വെക്കാവേ. ഇപ്പോൾ നമ്മൾ ഇതിനെ ഒരു പില്ലോ കവറിൻ്റെ സ്ട്രക്ചറിലേക്ക് ആക്കി ഇതുപോലെ മടക്കി ഒരു കവറാക്കി എടുത്തിട്ടുണ്ട്. ആ ഭാഗം കട്ട് ചെയ്ത് കളയുന്നതിനെക്കാട്ടിലും മടക്കി വെക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ ഇതിനകത്ത് വേറെ കുറച്ച് തുണികൾ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വേറൊരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ക്ലോത്തിനെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ആ കവർ ക്ലോത്തില്ലേ അതിൻ്റെ അതേ അളവിന് മടക്കി ഇതുപോലെ അതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അകത്ത് വെച്ച ക്ലോത്തും കൂടെ ചേർത്ത് വേണം 4 സൈഡും സ്റ്റിച്ച് ചെയ്താൽ എടുക്കാനായിട്ട്. ഇനി ആ തയ്യൽ വീണില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഇതുപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള മോഡലിൽ സ്റ്റിച്ച് ചെയ്യാവേ. ട്രയാങ്കിൾ മോഡലിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം, ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനകത്തിരിക്കുന്ന ക്ലോത്ത് ഇളകി പോകരുത്. ഇളകി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഗ്രിപ്പ് കിട്ടും കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഏകദേശം 4 ലെയർ വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു നോർമൽ മെഷീനിൽ 4 ലെയർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂചി ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ സൂചി ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ. പിന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ ഡിസൈനും സൂചി ഒടിയാൻ വേറൊരു കാരണമാണ്. അടിയിൽ വെക്കുന്ന തുണിയുടെ കട്ടി അനുസരിച്ചും സൂചി ഒടിയാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ആദ്യം കാണിച്ച ചവിട്ടിയാണ് കേട്ടോ. ഞാൻ ആദ്യം ചെയ്തെടുത്ത ചവിട്ടിയാണ് ഇത്. ക്ലോത്ത് നല്ല നൈസായിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ നല്ല നീറ്റായിട്ട് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് ചവിട്ടികളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിക്ക് ചെയ്തെടുത്ത ചവിട്ടികളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതുപോലെ പഴയ തുണികളൊക്കെ കയ്യിലുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്ത് ചവിട്ടി വാങ്ങേണ്ട ആവശ്യമില്ല. പഴയ ക്ലോത്തുകൾ വാരിയിട്ട് കത്തിക്കണ്ട. ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് മെഷീനിലാണ് അടിച്ചെടുക്കുന്നത്, അതുകൊണ്ട് മെഷീൻ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലത്തെ ക്ലോത്ത് കൈത്തയ്യലിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ചവിട്ടിയൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാനും പറ്റും. വാഷിംഗ് മെഷീനിലും വേണമെങ്കിലും കഴുകാം, അല്ലാതെ നമുക്ക് കൈ കൊണ്ടും കഴുകിയെടുക്കാൻ പറ്റുന്നതാണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.